ഇസ്രയേലും പാലസ്തീനും യുദ്ധം തുടങ്ങിയിട്ട് ഇന്ന് ഏകദേശം 2 മാസം കഴിഞ്ഞു. എന്തുകൊണ്ട് ഒരു ശാശ്വത പരിഹാരം ഉണ്ടാക്കുവാൻ ലോകരാജ്യങ്ങൾക്ക് കഴിയുന്നില്ല? ഇല്ലെങ്കിൽ UN എന്ന് പറയുന്ന ഒരു സംഘടന ഇവിടെ ഉണ്ടല്ലോ, എന്തുകൊണ്ട് അവർക്കിത് കഴിയുന്നില്ല? ഹമാസ് തീവ്രവാദികളെ ഇസ്രായേൽ ദേശത്തേക്ക് കടന്നു കയറി 1500 പേരെ വെടിവെച്ച് കൊലപ്പെടുത്തി. 250 പേരെ തടവ് ആക്കിക്കൊണ്ട് അവർ പോയി. അതിൽ കൂടുതലും സ്ത്രീകളും കുട്ടികളുമായിരുന്നു. അവരെ അതിക്രൂരമായി ബലാത്സംഗം ചെയ്യുകയും കുഞ്ഞുങ്ങളെ പെടലിയർത്ത് കൊലപ്പെടുത്തുകയും ബലാത്സംഗം ചെയ്ത ശേഷം അവരെ വെടിവെച്ച് കൊല്ലുകയും ചെയ്ത എത്ര ക്രൂരമായ ഒരു പ്രവൃത്തി ഹമാസ് എന്ന തീവ്രവാദികൾ ചെയ്തിട്ടും എന്തുകൊണ്ട് UN എന്ന് പറയുന്ന ഒരു സംഘടന ഇന്നുവരെയും അതിനെ ഒന്ന് അപലപിക്കുകയോ അല്ലെങ്കിൽ തീവ്രവാദികൾ ചെയ്ത് തെറ്റാണെന്ന് പറയുവാൻ UN എന്തുകൊണ്ട് കഴിയുന്നില്ല? UN എന്താണ് തീവ്രവാദികൾക്ക് സൈഡ് നിൽക്കുന്നത്? 2 മാസം കഴിഞ്ഞല്ലോ. ഒന്നുകിൽ അവർക്ക് പറയാം, പിടിച്ചുകൊണ്ട് തടവിലാക്കപ്പെട്ട വ്യക്തികളെ എത്രയും വേഗം വിട്ടയക്കണമെന്ന്. ഇന്ന് വരെ UN എന്താ ഒരക്ഷരം പോലും മിണ്ടാതിരിക്കുന്നത്? പറഞ്ഞിട്ടില്ലല്ലോ. എത്രയും വേഗം തീവ്രവാദികൾ പിടിച്ചുകൊണ്ടുപോയ ബന്ദികളെ വിട്ടുകൊടുക്കണമെന്ന് എന്തുകൊണ്ട് പറയുന്നില്ല? 3 മാസം കഴിഞ്ഞില്ലേ, എന്താ മിണ്ടാതിരിക്കുന്നത്? പരിഹാരം UN-ൻ്റെ കയ്യിലുണ്ടായിരുന്നല്ലോ. ഇത് നേരത്തെ ഇത് ചെയ്തിരുന്നെങ്കിൽ ഇത്രയും പേർ ഗാസയിൽ മരിക്കുമായിരുന്നു. അപ്പോൾ UN കൊണ്ടൊരു യാതൊരു ഫലവും ഒരു പ്രയോജനവും ഇല്ല എന്നുള്ളത് ജനങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഈ ഒരു സംഘടന വെറുതെ തീവ്രവാദികളെ വളർത്താൻ വേണ്ടി മാത്രം ഒരു UN ഒരു സംഘടന ആവശ്യമുണ്ടോ എന്ന് ചിന്തിക്കേണ്ട സമയമായിരിക്കുകയാണ്. ഈ സംഘടന കൊണ്ട് യാതൊരു ഫലവുമില്ല എന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞു. അവർ വായു തുറന്നാൽ ഇസ്രയേലിനെ പഴിചാരുകയാണ്, അവരെ കുറ്റം വിധിക്കുകയാണ്. ഇസ്രായേൽ വെടിനിർത്തണം. നിരപരാധികൾ ചത്തു വീഴുന്നു, കുഞ്ഞുങ്ങൾ ചത്തു വീഴുന്നു. ഇത് പറയാമെങ്കിൽ എന്തുകൊണ്ട് തീവ്രവാദികളെ ഒന്ന് ഒറ്റപ്പെടുത്തുവാൻ എന്താ UN കഴിയാത്ത? ഇസ്രായേലാണോ ഇവിടെ യുദ്ധം ചെയ്തത്? ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്ത് കടന്നു കയറി ഇത്രയും ആൾക്കാരെ വെടിവെച്ച് കൊല്ലുകയും സ്ത്രീകളെയെല്ലാം അതിക്രൂരമായി ബലാത്സംഗം ചെയ്തപ്പോൾ UN ഇവിടെ ഇല്ലായിരുന്നു. ഒരക്ഷരം മിണ്ടിയില്ലല്ലോ. അടിയന്തര യോഗം UN വിളിച്ചു കൂട്ടിയില്ലല്ലോ. ഒരക്ഷരം അവർ മിണ്ടുന്നില്ലല്ലോ അതിനെതിരെ. അപ്പോൾ UN-ൻ്റെ നിലപാടെന്താണ്? UN എന്ന് പറയുന്ന സംഘടന എന്തിന് നിലനിൽക്കുന്നു? അത് എത്രയും വേഗം പിരിച്ചുവിടണമെന്നാണ് ഇവിടുത്തെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. UN എന്ന് പറയുന്ന സംഘടന തീവ്രവാദികൾക്ക് സൈഡ് നിൽക്കുകയും ഇങ്ങനെയുള്ള പ്രവൃത്തികൾ ചെയ്യുവാനുള്ള പ്രേരണ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അവർക്കെതിരെ ഒരു അക്ഷരം മിണ്ടുന്നില്ലല്ലോ. അപ്പം UN എന്ന് പറയുന്ന സംഘടന എന്തിനാണ് ആർക്കാണ് ആവശ്യം? സ്ത്രീകളെയും കുട്ടികളെയും ക്രൂരമായി ബലാത്സംഗം ചെയ്ത് അവരെ കൊലപ്പെടുത്തുകയും ചെയ്തപ്പോൾ UN ഇവിടെ ഇല്ലായിരുന്നു. എന്താ UN മിണ്ടാതിരുന്നത്?
അപ്പോൾ തീവ്രവാദികൾക്ക് കുടപിടിക്കുന്ന UN എത്രയും വേഗം പിരിച്ചുവിടണമെന്നാണ് ജനങ്ങളുടെ ആഗ്രഹം. അതുകൊണ്ട് യാതൊരു ഫലമില്ല. ഇസ്രായേലല്ല ഇവിടെ കുറ്റം ചെയ്തത്. ഹമാസ് എന്ന് പറയുന്ന കൊടും ഭീകർ, അവരെ UN വളർത്തുകയാണ്. അവർക്ക് സഹായം അയച്ചുകൊണ്ട് UN ഈ കൊടും തീവ്രവാദികളെ വളർത്തിക്കൊണ്ടിരിക്കുന്നു. അവർക്കൊരു ചെറു വിരൽ പോലും അനക്കുവാൻ UN കഴിയുന്നില്ല. ഇസ്രായേലാണോ തെറ്റ് ചെയ്തത്? ഇസ്രായേലാണോ തെറ്റുകാർ? പറ. ഇസ്രായേൽ അങ്ങോട്ട് കയറി ആക്രമിച്ചോ? ഒന്നുമില്ലല്ലോ. പിന്നെന്താണ് UN ഇങ്ങനെ മിണ്ടാതിരിക്കുന്നതിൻ്റെ കാര്യമില്ല? ക്രൂരമായ ബലാത്സംഗം ചെയ്യപ്പെട്ട സ്ത്രീകൾക്കെതിരെ എന്തുകൊണ്ട് UN മിണ്ടുന്നില്ല? ഹമാസ് എന്ന തീവ്രവാദികൾ ചെയ്ത് തെറ്റാണെന്ന് പറയുവാൻ എന്തുകൊണ്ട് കഴിയുന്നില്ല? ഇസ്രായേലിനെ മാത്രം കുറ്റപ്പെടുത്തിക്കൊണ്ട് മുമ്പോട്ട് പോകാൻ കഴിയുമോ? അനീതി ചെയ്തവർക്കെതിരെ UN നിൽക്കണമായിരുന്നു, അവരെ തള്ളിപ്പറയണമായിരുന്നു. അത് നിങ്ങൾക്ക് കഴിയുന്നില്ല. നിങ്ങൾ അടിയന്തര യോഗങ്ങൾ കൂടി ഇസ്രായേലിനെ കുറ്റപ്പെടുത്തുക, വെടിനിർത്തണം. എങ്ങനെ വെടിനിർത്താൻ കഴിയും? ഈ ദുഷ്ടശക്തികളെ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുത്തണം, ഇല്ലായ്മ ചെയ്യണം. ഇത് വളരുവാൻ പാടില്ല. ഈ ശക്തി വളർന്നാൽ ലോകത്തിനത് ഭീഷണിയായിത്തീരും. എന്തുകൊണ്ട് ഈ കൊടും ഭീകരർക്കെതിരെ UN കുടപിടിച്ചുകൊണ്ടിരിക്കുന്നു, സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു? അപ്പോൾ UN ചെയ്യേണ്ടത്, തള്ളിപ്പറയേണ്ട സമയം, ഹമാസ് എന്ന കൊടും തീവ്രവാദികളെ തള്ളിപ്പറയേണ്ട സമയം എന്നേ കഴിഞ്ഞു. ഈ 2 മാസക്കാലമായിട്ട് UN ഒരു അക്ഷരം മിണ്ടുവാൻ കഴിയുന്നില്ല. അപ്പോൾ രാജ്യത്ത് തീവ്രവാദികൾ ഉയരണം, വളർന്നു വരണം. ഇതാണ് UN പ്രമേയം. അതിനെ തള്ളിപ്പറയുവാൻ കഴിയാത്ത UN എന്തിന് നിലനിൽക്കണം? ചിന്തിക്കേണ്ട കാലം കഴിഞ്ഞു. UN-എതിരെ ശബ്ദമുയർത്തണം. രാജ്യങ്ങൾ മിണ്ടാതിരിക്കരുത്. ഇത്രമാത്രം ക്രൂരമായ പ്രവൃത്തി ചെയ്ത ഹമാസ് എന്ന കൊടും ഭീകർക്ക് വേണ്ടി സൈഡ് പറയുന്ന UN എന്തിനു വേണ്ടി നിലനിൽക്കുന്നു? ചിന്തിക്കേണ്ട സമയം കഴിഞ്ഞു. അവരെ തള്ളിപ്പറയുവാൻ UN കഴിയുന്നില്ല. അവർ ചെയ്തത് അത്രമാത്രം വലിയ ക്രൂരതയാണ് അവർ ചെയ്തത്. ഇസ്രായേലിനെതിരെ ഒരു യുദ്ധം ചെയ്യുമായിരുന്നെങ്കിൽ നമുക്ക് പറയാമായിരുന്നു. നിരപരാധികളായ സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും കൊണ്ടുപോയി തലയറുത്ത് കൊല്ലുകയും വെടിവെച്ച് കൊല്ലുകയും ചെയ്യുന്ന പ്രവൃത്തിയെ തള്ളിപ്പറയുവാൻ UN കഴിയാത്തത് എന്തുകൊണ്ടാണെന്ന് ഇവിടുത്തെ ജനങ്ങൾ ചോദിക്കുകയാണ്. അപ്പോൾ ഈ സംഘടന കൊണ്ട് യാതൊരു ഫലവും ഇല്ല എന്ന് ജനങ്ങൾക്ക് മനസ്സിലായി തുടങ്ങി. അതുകൊണ്ട് ഇങ്ങനെയുള്ള സംഘടന, UN എന്ന് പറയുന്ന സംഘടന ലോകത്തിന് ആവശ്യമില്ല എന്നാണ് ഓരോരുത്തരുടെ അഭിപ്രായം. ഇസ്രായേലിനെ മാത്രം കുറ്റപ്പെടുത്തിക്കൊണ്ട് മീറ്റിങ്ങുകൾ വിളിച്ചു കൂട്ടുക, അത് ഒരിക്കലും ശരിയല്ല. അതുകൊണ്ട് എത്രയും വേഗം ഈ യുദ്ധം അവസാനിപ്പിക്കണമെങ്കിൽ ഹമാസ് പിടിച്ചുകൊണ്ടുപോയി ബന്ദിയാക്കപ്പെട്ട കുഞ്ഞുങ്ങളെയും ശേഷിക്കുന്ന സ്ത്രീകളെയും
പട്ടാളക്കാരെ വിട്ടയക്കണമെന്ന് UN പറഞ്ഞേ പറ്റൂ. ഇല്ല എങ്കിൽ ഈ UN എന്ന് പറയുന്ന സംഘടന ലോകത്തിന് ആവശ്യമില്ല. ബൈ.